ഹായ് എല്ലാവർക്കും SCET സാമഗ്രിയിലേക്ക് സ്വാഗതം. ഇന്ന് വേൾഡ് ജോഗ്രഫിയിലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യന് വായുവിന്റെ നിരയിലെ ഓസോൺ സാന്ദ്രതയുടെ കനം ഡാഷിൽ രേഖപ്പെടുത്തുന്നു. വായുവിന്റെ നിരയിലെ ഓസോൺ സാന്ദ്രതയുടെ കനം എന്തിലാണ് രേഖപ്പെടുത്തുന്നത്? ഡോബ്സൺ യൂണിറ്റ്. ഓസോൺ സാന്ദ്രതയുടെ കനം രേഖപ്പെടുത്തുന്നത് ഡോബ്സൺ യൂണിറ്റിലാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിലെ ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന വാതകം ഏതാണ്? ഹൈഡ്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് ഇവയൊന്നുമല്ല. ഏതാണ്? ഭൂമിയിലെ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന വാതകമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. ഇനി ഏത് അന്തരീക്ഷ പാളിയിലാണ് ഓസോൺ പാളി കാണപ്പെടുന്നത്? സ്ട്രാറ്റോസ്ഫിയറിലാണ് ഓസോൺ പാളി കാണപ്പെടുന്ന ലെയർ ഏതാണ്? അത് സ്ട്രാറ്റോസ്ഫിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്നതിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. കാരണം എന്താ? ഏറ്റവും താഴത്തെ പാളി ഏതാണ്? ട്രോപ്പോസ്ഫിയർ ആണ്. നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗ്രഹ വാതകമാണ്. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാ. നൈട്രസ് ഓക്സൈഡ് അല്ലെങ്കിൽ N2O ഒരു ഹരിതഗ്രഹ വാതകമാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ഗ്രാനൈറ്റ് ഒരു തരം അവസാദശിലയാണ്. ആ സ്റ്റേറ്റ്മെന്റ് തെറ്റാണ്. അവസാദശിലയല്ല ഗ്രാനൈറ്റ്, ഒരു ആഗ്നേയശിലയാണ്. ഏതാണ്? ഗ്രാനൈറ്റ് ഒരു തരം ആഗ്നേയശിലയാണ്. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് അളകനന്ദ ഭഗീരഥി നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. അപ്പൊ ഒന്നുകൂടി പറയാം. അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളി ട്രോപ്പോസ്ഫിയർ ആണ്. നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗ്രഹ വാതകമാണ്. ഗ്രാനൈറ്റ് ആഗ്നേയശിലയാണ്. അളകനന്ദ ഭഗീരഥി നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ് നമ്മുടെ അന്തരീക്ഷ പാളിയിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ഡാഷ്. എന്താണ് അത്? ആർദ്രത എന്ന് പറയുന്നത്. നമ്മുടെ അന്തരീക്ഷ പാളിയിൽ അടങ്ങിയിരിക്കുന്ന ജലാംശമാണ് ആർദ്രത. നെക്സ്റ്റ് പട്ടിക 1 പട്ടിക 2 ചേരുംപടി ചേർക്കുക. ചുവടെ നൽകിയിരിക്കുന്ന കോഡുകൾ ഉപയോഗിച്ച് ശരിയായ ഉത്തരം നൽകുക. അപ്പോൾ പട്ടിക 1 അന്തരീക്ഷത്തിന്റെ പാളികൾ തന്നിട്ടുണ്ട്. പട്ടിക 2 സവിശേഷതകളാണ്. അന്തരീക്ഷ പാളികളുടെ സവിശേഷതകൾ വായിക്കാം. ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നു. ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നു. അത് ഏത് അന്തരീക്ഷ പാളിയുടെ പ്രത്യേകത? ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. അറോറ ബോറിയാലിസ്, അറോറ ഓസ്ട്രാലിസ് എന്നിവ നിർമ്മിക്കപ്പെടുന്നു. അത് ഏത് അന്തരീക്ഷ പാളിയിലാണ്? അയണോസ്ഫിയറിലാണ്. അറോറ ബോറിയാലിസ്, അറോറ ഓസ്ട്രാലിസ് നിർമ്മിക്കപ്പെടുന്നത് അയണോസ്ഫിയറിലാണ്. നെക്സ്റ്റ് ആണ് മൊത്തം അന്തരീക്ഷ ഓസോണിന്റെ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്നു. അത് ഏത് അന്തരീക്ഷ പാളിയിലാണ്? സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓസോണിന്റെ ഭൂരിഭാഗവും അടങ്ങിയിരിക്കുന്നത് സ്ട്രാറ്റോസ്ഫിയറിലാണ്. ഓക്സിജൻ, ഹൈഡ്രജൻ, ഹീലിയം എന്നിവയുടെ ആറ്റങ്ങൾ ഉള്ളത് അത് എവിടെയാണ് ഉള്ളത്? എക്സോസ്ഫിയറിൽ. ഓക്സിജൻ, ഹൈഡ്രജൻ, ഹീലിയം എന്നിവയുടെ ആറ്റങ്ങൾ ഉള്ളത് ഇതിലാണ്? എക്സോസ്ഫിയറിൽ. അപ്പോൾ ഒന്നുകൂടി പറയാം. ഉയരം കൂടുന്നതിനനുസരിച്ച് താപനില കുറയുന്നത് ട്രോപ്പോസ്ഫിയറിലാണ്. അറോറ ബോറിയാലിസ്, അറോറ ഓസ്ട്രാലിസ് എന്നിവ നിർമ്മിക്കപ്പെടുന്നത് അയണോസ്ഫിയറിലാണ്. ഓക്സിജൻ, ഹൈഡ്രജൻ, ഹീലിയം എന്നിവയുടെ ആറ്റങ്ങൾ കാണുന്നത് എക്സോസ്ഫിയറിലാണ്. താങ്ക് യു.